സദ്ഭരണത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് വഴികാട്ടിയായത് എ.ബി. വാജ്പേയിയുടെ ശൈലിയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഓരോ സർക്കാർ പദ്ധതിയുടെയും ഗുണഫലം താഴെത്തട്ടിലെ ജനതയിലേക്ക് എത്തിക്കണമെന്ന നിർബന്ധമുള്ള പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടൽജി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖവും ഏറെ ബഹുമാനിക്കപ്പെടുന്ന നേതാവുമായിരുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷിക ദിനമാണെന്ന്. വാജ്പേയി രാജ്യത്തിന് നൽകിയ ജനപക്ഷ വികസനമായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ നയമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനുസ്മരിച്ചു. ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടൽജി ജന്മശതാബ്ദി ആഘോഷം പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സദ്ഭരണത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് വഴികാട്ടിയായത് എ.ബി. വാജ്പേയിയുടെ ശൈലിയെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇന്ന് നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അടൽജി കാണിച്ചു തന്ന സദ്ഭരണത്തിൻ്റെ പാതയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ആ ഓരോ ഘട്ടവും ജനക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കും. ചടങ്ങിൽ മുൻ അംബാസിഡർ ടി.പി. ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ അങ്ങനെ അമേരിക്കയായിട്ടുള്ള ബന്ധം വളരെ മോശമായ ഒരു കാലത്ത് പ്രധാനമായും അതിന് ശ്രമിച്ചതും സമാധാനത്തിൽ നിന്നുകൊണ്ട്, എന്നാൽ ശക്തമായ നമ്മുടെ അവകാശങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ നയിച്ച വ്യക്തിയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. എഴുത്തുകാരൻ ജോർജ് ഓണക്കൂർ, ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി രാജേഷ്, അഡ്വക്കേറ്റ് എസ് സുരേഷ്, അഡ്വക്കേറ്റ് ജെ.ആർ. പത്മകുമാർ, പ്രൊഫസർ വി ടി രമ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.